ഓക്കെ, വിൽ സ്റ്റാർട്ട് നൗ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി വിശകലനം ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കി? കാരണം ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഒരാഴ്ചയിലധികം ആയല്ലേ ക്ലാസ്? കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ നടത്തിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ പറ്റുമോ? ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? പോയിന്റുകൾ എഴുതി തയ്യാറാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തപ്പിയെടുത്ത് ധന്യയിലേക്ക് പോകാം. എന്താണ് ധന്യ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഇല്ല, തൽക്കാലം ധന്യ ഞാൻ ഒഴിവാക്കിയത്. ആ മുഖത്തൊരു ഒരു ഭാവം വ്യത്യാസമുണ്ട്. സാരില്ല, വിട്ടേക്കാം അല്ലേ? അപ്പൊ ഫിലോമിനയിൽ തന്നെ പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ ഫിലോമിന പഠിപ്പിച്ചത്? കേട്ടിട്ടില്ല. യൂട്യൂബ് വീഡിയോ കണ്ടില്ലേ? ക്ലാസ് യൂട്യൂബിൽ പോയി കണ്ടില്ലേ? അതും കണ്ടില്ല. ഒന്നും സമയം കിട്ടിയില്ല. അപ്പൊ നമുക്ക് ക്ലാസ്സിലെ സ്മാർട്ട് ബോയ് ആയ രഞ്ജൻ സാറിനോട് ചോദിക്കാം, എന്താണ് കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചത്? ഇല്ലെങ്കിൽ ഞാൻ ഗിരിജയെ പുറത്തിറക്കും. ഗിരിജ വളരെ കൃത്യമായി പറഞ്ഞു തരും. നിങ്ങൾ ഇവിടെ ഇരിക്കും ബിസിനസ് പീപ്പിൾ ആണോ? നിങ്ങൾ ക്യാമറയുടെ പിന്നിൽ ഇരിക്കണേ? നിങ്ങൾ കച്ചവടമാണോ ചെയ്യുന്നത്? ബിസിനസ് ആണോ ചെയ്യുന്നത്? ബിസിനസ് പീപ്പിൾ അല്ലല്ലേ? നിങ്ങൾ പേര് മാറ്റിയല്ലേ? എന്താണ് നമ്മുടെ പേര്? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് അയാമേ, മറന്നു പോകരുത്. അയാമേ ടൈപ്പ് ചെയ്തോ, മറന്നു പോണ്ട, വേർഡ് മറന്നു പോണ്ട. യെസ്, അത് പറട്ടെ. ഐ ആം എ പ്രോഫിറ്റ് മേക്കർ. ഇന്ന് 30-ാം തീയതിയാകുന്നു. നാളെ 31-ാം തീയതിയാണ്. ഈ മാസത്തെ നിങ്ങളുടെ കച്ചവടവും ഈ മാസത്തെ നിങ്ങളുടെ ചെലവും ഈ മാസത്തെ നിങ്ങളുടെ പ്രോഫിറ്റും എത്രയാണെന്ന് നാളെ വൈകുന്നേരം എല്ലാവരും നിർബന്ധമായും സബ്മിറ്റ് ചെയ്തിരിക്കണം. ഈ ക്ലാസിന്റെ പേര് ബിസിനസ് മെന്റർഷിപ്പ് എന്നുള്ളതാണ് അല്ലെ? അതുകൊണ്ട് കണക്ക് കൂട്ടാത്തവരുണ്ടെങ്കിൽ തന്നെ പോയി ഇച്ചിരി വെള്ളം കുടിച്ച പോയിട്ട്. ഓക്കെ, ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോ. അല്ല, അതാ പറഞ്ഞു, വെള്ളം കുടിച്ചിട്ട് പോ. ഞാൻ കണക്കൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് എവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യണ്ട, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം. സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബിസിനസ് സബ്മിറ്റ് ചെയ്ത് കാണിച്ചു. കണക്കൊക്കെ കൂട്ടി വെച്ച് ചെലവ് കൂട്ടാൻ എനിക്കൊരു പേടിയാ. കാരണം ചെലവ് കൂട്ടാനുള്ള വഴി വേണോ? അത് എനിക്ക് ഒരു പേടിയാണ്. എത്ര ചെലവ് വരുന്നത് അറിയുമ്പോ എനിക്കൊരു ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ പ്രോഫിറ്റ് മാത്രം കൂട്ടി വെച്ചു. ചെലവ് കൂട്ടാനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വഴി ഞാൻ പറഞ്ഞു തരാം. ചെലവ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വേണം. കാൽക്കുലേറ്റ് ചെയ്യാൻ കൂട്ടാനുള്ള വഴി എന്റെ അടുത്തുണ്ട്. അത് വേണ്ട. ഞാൻ ഇന്നലെ വൈകുന്നേരം മൊത്തം കൂട്ടി വെച്ചു. ഇന്നത്തെ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൂട്ടി. നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ചെലവാണ്. വരവ് നിങ്ങൾ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ലാഭം ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ ആദ്യം ചെലവ്. ഇപ്പൊ ഇന്ന് തന്നെ ഇരുന്നത് കണക്കൂട്ടുക. എന്നിട്ട് നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ വൈകുന്നേരം നാളെ കഴിയുമല്ലോ, എന്റെ ഈ മാസത്തെ മൊത്തം കച്ചവടം ഇത്ര രൂപ, ഈ മാസത്തെ മൊത്തം വരുമാനം അല്ലെങ്കിൽ ചെലവ് ഇത്ര രൂപ, ഈ മാസത്തെ എന്റെ ലാഭം ഇത്ര രൂപ എന്ന് വെറുതെ ഒരു റഫായിട്ട് ഒന്ന് എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ആരെ പേരൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നോക്കിയിട്ട് ആരും വിളിക്കരുത്. നിനക്ക് ഇത്രയൊക്കെ ലാഭം ഉണ്ടായോ, നീ എങ്ങനെ ലാഭം ഉണ്ടാക്കുന്നു ചോദിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരും വിളിക്കരുത്. നിങ്ങളെ പേരൊന്നും എഴുതണം, ജസ്റ്റ് പോസ്റ്റ് ചെയ്തോ. അപ്പൊ നമുക്കൊരു കണക്ക് കിട്ടും. എന്തിനാണ്? ഞാനൊരു കാര്യം കൂടെ പറയട്ടെ സാർ. എനിക്കൊരു കൃത്യതയില്ലാത്ത, ഞാൻ ഒരൊറ്റ ക്ലാസ്സിലെ സാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. പക്ഷെ അന്ന് തൊട്ട് കൃത്യത സാറിന്റെ ഒരു മെഡിറ്റേഷൻ ചെയ്ത് എനിക്ക് വരുമാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് എന്റെ വരുമാനം 18,000 രൂപയാണ്.
വെരി ഗുഡ്, വെരി ഗുഡ്, വെരി എനിക്ക് എന്താ പറയാ, മേക്കപ്പ് ഒന്നും എനിക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. എനിക്ക് ഞായറാഴ്ച മേക്കപ്പ് ഉണ്ട്. എനിക്ക് ഭയങ്കര, എനിക്ക് കണ്ണ് നിറയുന്ന ഒരു സന്തോഷം വരുന്നത്. ഇന്നലെ ഇന്നലെ 14,000, ഇന്ന് 18,000, അതിന്റെ തലേന്ന് 10,000, അങ്ങനെ അങ്ങനെ ഇൻക്രീസ് ആയിട്ട് പോകുന്നുണ്ട്. വാവ്, ഞാൻ ഗ്രേറ്റ്. സാറിന്റെ പേഴ്സണൽ അപ്പോയിന്റ്മെന്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കത് നിർബന്ധമായിട്ടൊന്ന് വേണം. അത് ഒരു ഒരു ഗൈഡിന്റെ ഒരു ആവശ്യം എനിക്കുണ്ട്. അതിനോടാണ് ഞാനിങ്ങനെ അഡ്മിന് ഞാൻ പൈസ അയച്ചിട്ട്, അഡ്മിൻ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്, ക്യാഷ് ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. ഇന്ന് അയച്ചതാ? ആ, ഇന്ന് അയച്ചതാ. അപ്പൊ അത് ഒന്നുകൊണ്ട് നോട്ടിഫൈ എനിക്ക് ചെയ്യണേ, കാരണം പല ആ നമുക്കിങ്ങനെ പൈസ ആ ഇങ്ങനെ അത് ചൊവ്വാഴ്ച കണ്ടന്മാര് കൺഫ്യൂസ് ചൊവ്വാഴ്ച ആയി പോകുന്നു. പറഞ്ഞു. ചൊവ്വാഴ്ച പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചൊവ്വാഴ്ച തന്നെ കിട്ടാനും ഒരു 10-ാം തീയതി ഒരു അർജന്റ് ആവശ്യമാണ്. അപ്പൊ അത് കാരണം ചൊവ്വാഴ്ച തരാൻ വേണ്ടി ഞാൻ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നും റിപ്ലൈ ഒക്കെ കിട്ടിയിട്ടില്ല. ചൊവ്വാഴ്ച ചൊവ്വാഴ്ച കിട്ടണമെങ്കിൽ നിങ്ങളുടെ കിട്ടണം. മാനിഫെസ്റ്റേഷൻ പവർ കൂട്ടേണ്ടി വരും. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും. മറ്റാരെങ്കിലും ഒക്കെ ക്വിറ്റ് അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത കുറവാണ്. എനിക്ക് ചൊവ്വാഴ്ച വേണം. കാരണം 10-ാം തീയതി കാര്യം അർജന്റ് ആവശ്യം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടുപോകും. അപ്പൊ മറ്റാരെങ്കിലും ഒഴിഞ്ഞു പോകാൻ കൂടി പ്രാർത്ഥിച്ചു, നല്ല നടക്കും. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും മൂവ് എനിക്ക് കിട്ടും. ഓക്കെ, ശരി, ഗുഡ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നുകൂടി നോക്കുക. ജസ്റ്റ് ക്വിക്കായിട്ട് പറഞ്ഞോളൂ രഞ്ജൻ സാറെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എത്ര പോയിന്റ്? 5 പോയിന്റുകളാണ് അല്ലെ? അത് ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത്. അത് കൂടാണ്ട് അഫർമേഷൻ എഴുതിയായിരുന്നു സാറ്. അഫർമേഷൻ എഴുതാൻ പറഞ്ഞിരുന്നു അല്ലെ? നമ്മൾ അങ്ങനെ ഒന്ന് പറഞ്ഞു. സമ്പത്ത് എന്നെ ഏറ്റവും ആകർഷിക്കുന്നു. ഞാൻ എപ്പോഴും ധനസമ്പത്തിന്റെയും സമൃദ്ധിയുടെയും മധ്യത്തിൽ ജീവിക്കുന്നു. എനിക്ക് ആവശ്യമുള്ളതിലധികം പണം എളുപ്പത്തിൽ ലഭിക്കുന്നു. പണം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെയും സ്നേഹിക്കുന്നു. ഞാൻ സമ്പത്തിന്റെ ആവാഹകനാണ്. ഇതാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി വായിക്കാതെ. എന്നിട്ട് നിങ്ങൾ ആരും ഗ്രൂപ്പിൽ കയറി ഈ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തില്ലല്ലോ, ഒരാളും ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനും കേറിയിട്ടില്ല. എല്ലാവരും ഭയങ്കര സീരിയസ് ആയല്ലേ? ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യൂല, ഇങ്ങനെ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ കണ്ടീഷൻ വെക്കരുത് ബിസിനസ്സിനകത്ത്. നിങ്ങള് ഒരു ഗ്രൂപ്പുള്ള പ്രവർത്തനമാണ്, ഒന്നിച്ച് മെന്റർഷിപ്പ് പ്രോഗ്രാമാണ്. ഇത് ക്ലാസ് അല്ല. നിങ്ങൾ ഓരോ ആളെയും പാകപ്പെടുത്തിയൊക്കെ നിർബന്ധമാണ്. ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോകും. കാരണം ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വരുന്ന പറയുന്നതല്ല, ആ സമയത്ത് ആയതുകൊണ്ട് ഞാൻ മറന്നുപോവാണ്. പക്ഷെ നിങ്ങളത് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ ഇതാക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം. ജസ്റ്റ് നെക്സ്റ്റ് എല്ലാവരും വരുന്ന സമയത്ത് നമുക്ക് ഈ 2 ഗ്രൂപ്പ് ആൾക്കാരാക്കി മാറ്റാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ 2 ലീഡർമാരുണ്ടാവും. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ് എല്ലാ ദിവസവും യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ. ഞാൻ ലിങ്ക് തരുമല്ലോ നമ്മുടെ ക്ലാസ്സിന്റെ. യൂട്യൂബിലല്ല, പബ്ലിക് അല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടി തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കിട്ടിയില്ലെന്ന് മാത്രം പറയരുത്. ആരും ക്ലാസ് പങ്കെടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാവും. പിന്നെ അഫർമേഷൻസ് ഇപ്പോ രഞ്ജിത് സാർ ഇത് ക്ലാസ് കഴിഞ്ഞ അഫർമേഷൻസ് അവിടെ നിന്ന് എഴുതിയിട്ടേക്ക്, എന്നിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ പറയണേ. ഞാനത് കഴിഞ്ഞാൽ മറന്നുപോകും, അതുകൊണ്ടാട്ടോ. സാർ അൺമ്യൂട്ട് ചെയ്തോ? ഞാൻ അവിടെ ബ്ലോക്ക് മ്യൂട്ട് ചെയ്തില്ല. സാർ അൺമ്യൂട്ട് ചെയ്തു. ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്ത് സാറേ, എന്തൊക്കെയാ പറഞ്ഞ നമ്മൾ ബാക്കി? എല്ലാവരും ഇപ്പൊ എഴുതാനല്ലേ സാറേ? ഇപ്പൊ എഴുതണ്ട. എല്ലാവരും നിങ്ങളൊന്നും ഗ്രൂപ്പിൽ എഴുതിയിട്ടാ, ബാക്കി എല്ലാം പ്രാക്ടീസ് ചെയ്യട്ടെ. ഗ്രൂപ്പിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. പണവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമായി ബന്ധപ്പെട്ട അഫർമേഷൻസ് നമുക്ക് അതിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം. വേറെ എന്തൊക്കെ പോയിന്റുകൾ പറഞ്ഞില്ലേ നമ്മള്? ഫണ്ടമെന്റൽ ബിസിനസ് ഫണ്ടമെന്റൽ കാര്യങ്ങൾ പറഞ്ഞത്, അതിന്റെ റൂൾസും ഒരു 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നുകൂടി പോയിന്റ് എന്ന് പറഞ്ഞത്. ഒന്ന് പ്രോഫിറ്റബിലിറ്റി, ലാഭത്തിനെ കുറിച്ച്. ലാഭം നമ്മുടെ ലക്ഷ്യം. പിന്നെ രണ്ടാമത്തെ ആസ്തിയെ കുറിച്ചാണ്. മൂന്നാമത് പറഞ്ഞത് റവന്യൂ, വരുമാനത്തിന്റെ. അടുത്ത് ഗ്രോത്ത്, വളർച്ച. അതായത് ബിസിനസിന്റെ അടിസ്ഥാന കാര്യങ്ങൾ. പിന്നെ ലയബിലിറ്റീസ് ഉണ്ട്. അതങ്ങനെ 5 കാര്യമാണ്. അടിസ്ഥാനപരമായ 5 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഞാൻ ഇന്നും അത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാം. അത് എടുത്തില്ല എന്നുള്ള തോന്നലുണ്ടായിട്ട് ആ കാര്യങ്ങൾ ഞാൻ
പറഞ്ഞോ എന്നുള്ളത് എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ അത് തന്നെയാണ് പറയാൻ വന്നത്. ഇത് ബിസിനസിന് അടിസ്ഥാനമായ 5 കാര്യങ്ങൾ. ഓക്കെ, ഈ 5 കാര്യങ്ങൾ, അതായത് ഒന്നുകൂടി ഇപ്പൊ പറയാം, കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവര്, ഒരു ബിസിനസിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള 5 കാര്യങ്ങളാണ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്നാമത് ലാഭം എന്ന് പറയുന്ന സാധനം. ബിസിനസ്സിൽ ലാഭം ഉണ്ടായിരിക്കണം. ലാഭമില്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്തായിരിക്കും? ലാഭമില്ലാത്ത ബിസിനസ് വിളിക്കുന്ന പേരാണ് ചാരിറ്റി എന്ന് പറയുന്നത്. അതിൽ ലാഭമില്ല. നമ്മൾ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൽ ലാഭം ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, അതിനകത്തുനിന്നും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് ആവശ്യാനുസരണം, റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം, ആവശ്യാനുസരണമുള്ള തുക അതിൽ നിന്നും നമുക്ക് എടുക്കാനും ചെലവഴിക്കാനും തിരിച്ചു വെക്കാനും പറ്റുന്ന രീതിയിലായിരിക്കണം വരുമാനമായിരിക്കണം ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അവിടെ ഒരു ബിൽഡിംഗ് കെട്ടിയിട്ട് ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ ഫാക്ടറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ലെങ്കിൽ അത് ബിസിനസ് അല്ല. അതിനകത്ത് വരുമാനം നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. മൂന്നാമത്തത്, അതൊരു അസറ്റ് ആയിരിക്കണം. അതിനകത്ത് ഒരു അസറ്റ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുമ്പോഴും അതിനകത്ത് അസറ്റ് ഇല്ലാത്ത ബിസിനസ് ആവരുത്, ഒരു ആസ്തി അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ചെയ്യുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് അസറ്റ്, അല്ലെ? ബിസിനസ്സിൽ അസറ്റ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്റെ അസറ്റ് ഈ കിടക്കുന്ന സാധനങ്ങളാണ്. ഞാൻ പുറകിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എന്റെ അസറ്റുകളാണ്. കാരണം അത് ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്ന ക്യാമറയും സൂമും കാര്യങ്ങളൊക്കെ എന്റെ അസറ്റാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എന്താണ് നിങ്ങളുടെ ബിസിനസിന്റെ അസറ്റ് എന്ന് എപ്പോഴും ആലോചിച്ചിരിക്കണം. അതായത് ഒന്നാമത് നിങ്ങൾ ബിസിനസിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി എന്താണ്, എന്താണ് ഈ ബിസിനസിന്റെ ലാഭം, ഇതിലൂടെ എനിക്ക് എത്ര ലാഭം ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്, ഇതിൽ എനിക്ക് എന്താണ് റവന്യൂ ഉണ്ടാവുന്നുണ്ടോ, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ. ഞാനൊരു സാധനം മേടിച്ചു വെച്ചു, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ആ സാധനം വിൽക്കുന്നതെങ്കിൽ അത് ബിസിനസ് അല്ല. കാരണം അതിൽ റവന്യൂ ജനറേഷൻ ഉണ്ടാവുന്നില്ല. ഒറ്റ ടൈമോ 2 ടൈമോ ഒക്കെയാണ്. ഒരു ലാൻഡ് വാങ്ങിച്ച് അവിടെ വെച്ചു, ഒരിക്കലും വിൽക്കുന്നില്ല എങ്കിൽ അതൊരു ബിസിനസ് ആയിട്ട് നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് അല്ല, അതിനകത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം, അതൊരു അസറ്റ്. അവിടെ ഏതൊരു ബിസിനസ്സിനെയും ഫണ്ടമെന്റലായിട്ട് ആസ്തികൾ ഉണ്ടായിരിക്കണം. ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആസ്തി ഉണ്ടായിരിക്കണം. അത് വ്യത്യസ്തമാകാം ഓരോ ബിസിനസ്, ബട്ട് ദേർ മസ്റ്റ് ബി അസറ്റ് എന്ന് പറയുന്നത് മറക്കാതെ ഇരിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിൽ ഏതൊരു ബിസിനസ്സിലും ലാബിലിറ്റീസ് ഉണ്ടായിരിക്കണം. ബാധ്യതകൾ ബിസിനസിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് എന്ന് മറക്കാതിരിക്കുക. കടം വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യാതിരുന്നാൽ ബിസിനസ് വളർത്താൻ സാധിക്കില്ല. ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ബിസിനസിന്റെ അവിഭാജ്യ ഘടകമാണ്. കാരണം ബിസിനസ് വളർത്തണമെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് ഫണ്ട് ഉപയോഗിക്കേണ്ടതായി വരും. അപ്പോൾ അതിന്റെ ലാബിലിറ്റീസ് ഉണ്ടാവും. ലാബിലിറ്റീസ് എപ്പോഴും നല്ലതാണ് നമുക്ക് ഉയരാനായിട്ട്. പക്ഷെ ഡിഫോൾട്ട് ലാബിലിറ്റീസ് തിരിച്ചു കൊടുക്കില്ല എങ്കിൽ അത് നമ്മളെ തകർക്കുകയും ചെയ്യും എന്ന് ഓർക്കുക. തിരിച്ചു കൊടുക്കുന്ന കടമാണ് യഥാർത്ഥ കടം എന്ന് പറയും. തിരിച്ചു നൽകാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് നിങ്ങളുടെ അടിവാരം തോണ്ടും എന്നത് മറക്കാതിരിക്കുക. അപ്പോൾ ലാബിലിറ്റീസ് എപ്പോഴും ജീവിതത്തിന്റെ ആദ്യമാണ്. പിന്നെന്താണ് അടുത്തത്? നേരത്തെ അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് കടം വാങ്ങിക്കുന്നതിലല്ല തെറ്റ്, കടം വാങ്ങിക്കുന്നത് നല്ലതാണ്. തിരിച്ചു കൊടുക്കാതിരിക്കുന്നത്, സമയാസമയങ്ങളിൽ തിരിച്ചു നൽകാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ബാധ്യത എന്ന് മറക്കാതിരിക്കുക. അഞ്ചാമത്തെ കാര്യം വെച്ചാൽ വളർച്ചാ സാധ്യത ഉണ്ടാവണം. എല്ലാ ബിസിനസ്സിനും വളർച്ചാ സാധ്യതകൾ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും പലരും പറയും ഇനി ഈ ബിസിനസ് എങ്ങോട്ടാ സാറേ വളരുക, ഇത് ഓൾറെഡി ആയിക്കഴിഞ്ഞല്ലോ, എന്റെ ഹോട്ടൽ, ഇനി ഈ ഹോട്ടലിൽ എങ്ങനെ? അങ്ങനെയല്ല. അത് ഏതൊരു ബിസിനസ് ആയാലും അതിന് ഒരുപാട് വളർച്ചാ സാധ്യതകൾ എപ്പോഴും ഉണ്ടാവും. അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ബിസിനസിനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. മറക്കാതെ വളർച്ചാ സാധ്യതകൾ ഇല്ലാത്ത ബിസിനസിനെ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ലാഭം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബിസിനസ് സംരംഭത്തിന്റെ നട്ടലാണ് എന്നറിയുക. ലാഭമില്ലാത്ത ബിസിനസ് എന്ന് പറഞ്ഞാൽ നട്ടൽ ഇല്ലാത്ത ബിസിനസ് എന്നാണ് അർത്ഥം. നട്ടലില്ലെങ്കിൽ പിന്നെന്താണ്? എല്ലാം ഫുള്ളി ഫ്ലെക്സിബിൾ, എന്തും ആവാം അല്ലെ? അപ്പൊ
ലാഭമുള്ള ബിസിനസ് മാത്രമേ നട്ടലുള്ള ബിസിനസ് എന്ന് പറയുള്ളൂ. അതുപോലെ തന്നെയാണ് ആസ്തികൾ. നമ്മുടെ ബിസിനസിന്റെ ഓരോ ബിസിനസിന്റെയും ആസ്തി എന്ന് പറയുന്നത് മൂലക്കൽ എന്ന് പറയും. അതിന്റെ കോർണർ ഫൗണ്ടേഷൻ സ്റ്റോൺ ആണ് ആസ്തികൾ. അതില്ലാതെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. വളർച്ചാ സാധ്യതകളെ പറ്റി നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. സദാ വിജിലന്റ് ആയിരിക്കണം. എങ്ങനെയാണ് എന്റെ ബിസിനസ് വളർത്തുക, ഏതൊക്കെ രീതിയിലാണ് ഞാൻ വളരേണ്ടത്, ഏതൊക്കെ രീതികൾ വേണ്ട ഞാൻ ഒഴിവാക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് സദാ വിജിലന്റ് ആയിരിക്കണം. അതിനാണ് പറയുന്നത് ഇതുപോലെ ക്ലാസുകളും ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങളും വായിച്ചിട്ട് നിങ്ങളുടെ നോളജിനെ അപ്ഗ്രേഡ് ചെയ്യാൻ തയ്യാറാവണം. എത്ര പേര് ഈ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വരെ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ചെയ്ത്, എന്റെ ബിസിനസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ക്ലാസ്സുകൾ വേണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ, എത്ര പേരുണ്ട് നോക്കട്ടെ. ഇപ്പൊ നമ്മൾ 4-5 ക്ലാസ്സുകളെ ആയിട്ടുള്ളൂ അല്ലെ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നു എന്ന്? ഇവിടെയാണ് പ്രധാനിക്കുന്നത്. ഓരോ ബിസിനസ്സിനും സാധ്യതകളെ നമുക്ക് ഒരുപാട് സാധ്യതകൾ തുറക്കാൻ സാധിക്കും. ഇത്തരം ക്ലാസ്സുകൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന തരുന്ന കോൺസെപ്റ്റിനകത്ത് നിന്നും നിങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റ് മുഴുവനായിട്ട് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ ഒരു സ്പാർക്ക് നടത്തും. ആ സ്പാർക്കിൽ കയറിപ്പോക്കോളും. അവിടെയാണ് പ്രധാനമിരിക്കുന്നത്. ഏത് ക്ലാസിന്റെയും പ്രധാനം എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോൾ, ഏതൊരു ക്ലാസ്സിനും സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളിൽ ഒരു സാധനം ബിൽഡ് ചെയ്തു വരും. അവനവന്റെ അകത്ത് നിന്നും ചില ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് മറ്റൊരാൾ നൽകിയ ഐഡിയ ആയിരിക്കണമെന്നില്ല. അത് പറഞ്ഞതിന്റെ ആ ഐഡിയയിൽ നിന്ന് നിങ്ങൾ ഉരുത്തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഐഡിയ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് സക്സസ് ആക്കാൻ എളുപ്പം. കാരണം അത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിനെ നിങ്ങൾ എത്രത്തോളം വളർത്തിയെടുക്കാൻ സാധിക്കുന്നുവോ അവിടെയാണ് ഇത്തരം ക്ലാസ്സുകളുടെ വിജയം. നമ്മളിപ്പോ ക്ലാസ്സിൽ പറയുന്ന കാര്യം അപ്പാടെ നിങ്ങൾ എടുക്കുകയോ അല്ലെങ്കിൽ അപ്പാടെ ചെയ്തു നിൽക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുമായി ഇതിന് അലൈൻമെന്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഞാനെന്നല്ല, ഏതൊരു ക്ലാസ്സിൽ പറയുന്നത് പോലെ ആയിരിക്കണമെന്നില്ല നിങ്ങളുടെ ബിസിനസിന്റെ കോൺസെപ്റ്റ്. ബിക്കോസ് ഞാൻ ഗിരിജ ചെയ്യുന്ന ബിസിനസിനെ പറ്റി പറഞ്ഞാൽ ഐ വിൽ ഒൺലി ടോക്ക് അബൌട്ട് മൈ പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളുടെ ബിസിനസിനെ കാണുന്ന കാഴ്ചയാണ് ഞാൻ പറയുന്നത്. അതും അതിനകത്ത് നിൽക്കുന്നയാളും തമ്മിൽ രണ്ടും രണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ അപ്പാടെ എടുക്കുകയല്ല, അതിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് അവരവന്റെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെത്തേഡാണ് പഠിക്കേണ്ടത്. ഇതാണ് ഈ ട്രെയിനിങ്ങുകളുടെ പ്രത്യേകത. നമ്മൾ ഒരിക്കലും ക്ലാസ്സുകൾ എന്ന് പറയില്ല, ഇതിന് ട്രെയിനിങ്ങുകൾ എന്ന് പറയുന്നത്. അതായത് അവനവനെ ഉയർത്താൻ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ കാര്യം. അല്ലെങ്കിൽ ഇതൊക്കെ ഏത് പുസ്തകം വായിച്ചാലും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്, ഏത് പുസ്തകം. പക്ഷെ പുസ്തകത്തെ വായിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ എത്രത്തോളം തയ്യാറാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ബിസിനസിന്റെ വളർച്ചാ സാധ്യതകളെ പറ്റി വളരെയധികം ശ്രദ്ധിക്കുക. അവരവരുടെ ബിസിനസ് എങ്ങനെയുണ്ടാവും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്ങനെ എന്റെ ബിസിനസ് ഞാൻ ലാഭകരമായി കൊണ്ടുപോകും. എപ്പോൾ ചോദ്യം എഴുതിക്കോളൂ, ഇന്ന് തന്നെ നിങ്ങൾ എഴുതിക്കോളൂ ആ ക്വസ്റ്റ്യൻ. എന്റെ ബിസിനസ്സിൽ ഞാൻ എങ്ങനെ ലാഭം നേടും. ഇത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പേജ് മുഴുവനായിട്ട് അങ്ങ് ബ്ലാങ്കായി വിടുക. ഇപ്പോൾ ആലോചിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10-15 സാധ്യതകൾ തിരിഞ്ഞു വരും. എങ്ങനെ ലാഭമുണ്ടാക്കാൻ സാധിക്കും. നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കണം ആ സാധ്യതകൾ. ഇതിന് കുറച്ച് മെന്റൽ വർക്ക് ആവശ്യമാണ്. ഇങ്ങനെ ചെയ്തവർ മാത്രമേ ജീവിതത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ വിജയിച്ചിട്ടുള്ളൂ. അവൻ നിതാന്തമായി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത് കാര്യം, എന്റെ ബിസിനസ്സിൽ എങ്ങനെ ലാഭമുണ്ടാക്കാം. ബിസിനസ് ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പ വഴി ചെലവ് കുറക്കുക എന്നല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കാനേ പോവരുത്. എപ്പോഴാണോ ചെലവ് കുറയുന്നത് അപ്പോൾ വരവും കുറയും. സ്വാഭാവികമായ പ്രക്രിയയാണ്. വേർ there is a inflow, parallel there is an outflow. അത് സ്വാഭാവികമാണ്. ബിസിനസ്സിൽ വിജയിച്ചവർ ചെയ്ത ഒരു തന്ത്രം പറയട്ടെ നിങ്ങളോട്. ബിസിനസ്സിൽ വിജയിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു തന്ത്രം പറയോ. അവരെപ്പോഴും വരവിനേക്കാൾ കൂടുതൽ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാക്കും.
പുറത്തോട്ട് പോകുന്ന കാശ് കൂട്ടും. ചെലവ് എന്ന് ഞാൻ പറയില്ല ആ വാക്കിനെ. ദേ ഓൾവേസ് ഇൻക്രീസ് ദെയർ ക്യാഷ് ഔട്ട്ഫ്ലോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോഴാണ് ഇൻഫ്ലോയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും സദാ പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് കൂടുതൽ ചെയ്താലും കുറച്ച് ചെയ്താലും നിങ്ങളെ ബാധിക്കുമോ? ആവശ്യത്തിന് പൈസ എൻ്റെ ഉണ്ട് ഇല്ലേ? പിന്നെ കൂടുതൽ ബിസിനസ് ബാധിക്കുമോ? എപ്പോഴാണോ നിങ്ങൾക്ക് ആർക്കും കൊടുക്കാനുള്ളതോ പൈസ ആവശ്യമായി വരുമ്പോൾ അപ്പോൾ നിങ്ങൾ ഓഫീസിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. ഇന്ന് കുറച്ചും കൂടി കച്ചവടം ഉണ്ടായാലേ പറ്റുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ബാങ്കിൽ ചെക്ക് വരുന്നുണ്ട്, കാശ് എവിടെ നിങ്ങൾ റെഡിയാക്കി കച്ചവടം ചെയ്തിട്ട് കൊണ്ടിട്ടില്ലെങ്കിൽ ചെക്ക് പൊട്ടും അല്ലേ, ബ്ലോക്ക് ആവും. അപ്പോൾ ഇൻഫ്ലോ കൂടണമെങ്കിൽ ഔട്ട്ഫ്ലോ കൂട്ടണം. ഇതെപ്പോഴും ശ്രദ്ധിക്കണം. നേരത്തെ ഒരാൾ പറഞ്ഞില്ലേ, ഞാൻ ചെലവ് എഴുതി വെച്ചത്. നിങ്ങൾ ആദ്യം എഴുതി വെക്കേണ്ട ചെലവാണ് വരുമാനം, പിന്നെ എഴുതിയാലും മതി. കാരണം ചെലവ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരവ് കൂടും. അപ്പോൾ അതിനാണ് നമ്മൾ ബിസിനസ്സിൽ പറയുന്നത്, നിങ്ങളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റുകളെ ചെലവാക്കി മാറ്റണം. പേഴ്സണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് തോന്നുന്നവരാണ് ഇന്ന് തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അത് എക്സ്പെൻസസ് ആക്കി മാറ്റുക. അല്ലെങ്കിൽ എന്താണ്, എല്ലാ ദിവസത്തെ ഡെപ്പോസിറ്റ് എക്സ്പെൻസ് ആക്കാതിരുന്ന എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതെന്റെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് തിരിച്ചെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ എടുക്കാം. അതുകൊണ്ടാണ് ഈ ചിട്ടിയൊക്കെ വെച്ചിട്ട് നമുക്കൊരു ലോങ് ടേം ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത. ചിട്ടി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കും, ഇത് കിട്ടുമല്ലോ അപ്പൊ ചെയ്യാമല്ലോ എന്നാല്. അവിടെയാണ് ഈ മറ്റേ നമ്മുടെ SIP പോലുള്ള അല്ലെങ്കിൽ യൂലിപ്പ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസികളുടെയൊക്കെ വിജയം വരുന്നത്. കാരണം അത് തിരിച്ചെടുക്കാൻ പറ്റില്ല നമുക്ക്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ എപ്പോഴും പോയി തിരിച്ചെടുത്താളെ. മറ്റേതാണെങ്കിൽ തിരിച്ചെടുക്കാൻ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ അത് ലോങ് ടൈമിലേക്ക് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കും. നമ്മളതിന് എക്സ്പെൻസസ് പോലെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് പോവുക. അതിനുവേണ്ടി നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ മൂന്നാമത്തെ ലാബിലിറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ, നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ശമ്പളം ഉണ്ടായിരിക്കണം. അത് എക്സ്പെൻസിലേക്ക് പോയേ പറ്റൂ. കാരണം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും എനിക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്ന ശമ്പളം എത്രയാണോ, ഞാൻ പുറത്തുപോയി ചെയ്താൽ കിട്ടുന്ന ശമ്പളം എത്രയാണോ, അതിന് മടങ്ങോ ആയിട്ടുള്ള ശമ്പളം ആ സ്ഥാപനത്തിൽ നമ്മൾ എടുത്തിരിക്കണം. നിങ്ങളെ ശമ്പളം എടുത്താൽ ആ സ്ഥാപനം നഷ്ടമാണെന്നായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ കൃത്യമായി കണക്ക് എടുത്ത് മാറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല. നമ്മൾ എപ്പോഴാണ് ശമ്പളം നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത്, അതിനനുസരിച്ച് നമ്മളോട് വരുമാനം കൂട്ടും. സ്വാഭാവികമായി ഒരാൾ നല്ല ബിസിനസ്സുകാരനാണ് ചെയ്തിരിക്കും. അത് മറക്കാതെ ചെയ്യുക. ഇപ്പോൾ ലാഭക്ഷമതയെ പറ്റിയാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. ഏതൊരു ബിസിനസിന്റെയും ദീർഘകാല വിജയത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ലാഭമാണ്, ലാഭക്ഷമതയാണ് ഏതൊരു ബിസിനസിന്റെയും വിജയത്തിന്റെ ദീർഘകാല അടിത്തറ എന്ന് പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സൂചികയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ കാലക്രമേണ ചെലവുകളേക്കാൾ കുറവ് ലാഭം വരുത്തുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ മുതലാണ് ബിസിനസിന്റെ തളർച്ച തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട ബിസിനസ്സുകളുടെ എല്ലാം എടുത്തു നോക്കിയാൽ അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? പരാജയപ്പെട്ട ബിസിനസ്സുകൾ എല്ലായിടത്തും ഒരു കാര്യത്തിലാണ് അവർ ആദ്യം പരാജയപ്പെടുന്നത്. പറയാൻ പറ്റുമോ എന്ത് കാര്യത്തിലാണ് എല്ലാവരും പരാജയപ്പെട്ടിട്ടുള്ളത്? ഒറ്റ പോയിന്റ്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളും അടങ്ങുന്ന സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ്? ആർക്കും ടൈപ്പ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. അല്ല, കാൽക്കുലേഷൻ ഇല്ലായ്മയാണ്. ഒരു പരിധി വരെ അതെ. പോരാ. ആൾക്കാർ നിങ്ങൾക്ക് അറിയാം, ഉത്തരം നിങ്ങൾക്ക് അറിയാം. അക്കൗണ്ട്സിംഗ് ഉള്ള കമ്പനികളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്.
അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ നോ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് പരാജയത്തിന് ഘടകമേ അല്ല. ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞതുകൊണ്ട് ബിസിനസ് പരാജയപ്പെട്ട പോലെ. ഓട്ടെ, നിങ്ങൾ പറഞ്ഞു വരണം, എന്നാൽ മാത്രമേ ഇത് കാര്യമുള്ളൂ. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സാമ്പത്തികമായ കൃത്യത ഇല്ലായ്മയാണ് സംഭവിക്കുന്നത്. അതായത് അതിന്റെ മുതലാളിക്ക് ആ കാര്യത്തിൽ കൃത്യമായ സാമ്പത്തികമായ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാവില്ല. എന്ത് വന്നുവെന്നോ, എന്ത് പോയിന്നോ, എന്ത് പോവരുതെന്നോ, എങ്ങനെ പോകണമെന്നോ, ഏത് രീതിയിൽ ചെയ്യണമെന്നോ യാതൊരു ഐഡിയയും അയാൾക്ക് ഉണ്ടാവില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം, എളുപ്പത്തിൽ. ചെറിയ ബിസിനസിനെ പറ്റി പറയുന്നത്, വലിയ ബിസിനസിനെ പറ്റി പറയാം. ബൈജൂസിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? കുറച്ചു കാലം കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കി വന്ന ഒരു 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 പ്രസ്ഥാനമാണ് ബൈജു. എന്ത് പറ്റി ഇപ്പോ? ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതാണോ വിഷയം? അക്കൗണ്ട്സ് ഇല്ലാത്തതാണോ വിഷയം? ഇതെല്ലാം അവിടെ പ്രോപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലാതെ പോയി. ഒരുപാട് കാശ് വന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. എവിടെ എന്ത് എന്ന് യാതൊരു ഐഡിയ ഇല്ല. അക്വയറിങ് മാത്രമായി ചിന്ത. പക്ഷെ ഇത് വന്നത് പൈസ ഡബിൾ ചെയ്യണമെന്നോ ബിസിനസ് ഉണ്ടാക്കണമെന്നോ ശ്രദ്ധിച്ചില്ല. ഇത് എല്ലാവർക്കും ഉള്ളതാണ്, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. നമുക്ക് ആർക്കും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ല. പോയിന്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് കറക്റ്റ് ആണ് തോന്നുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും ക്യാമറ പുറകിലാണ്. ഞാൻ ക്ലാസ് നിർത്താൻ നിന്നാല് നമുക്ക് ന്യൂസ് നടത്താം. അങ്ങനെ എല്ലാവരും തിരക്കിലാന്ന് തോന്നുന്നു അല്ലെ? നമുക്കൊരു ബിസിനസ് നടത്താം, ക്ലാസ് കുഴപ്പമില്ല, അവർക്കൊക്കെ വന്നെങ്കിൽ. നോക്കൂ, ഇന്ന് ഇത്ര മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്, എന്റെ ബിസിനസ്സിൽ ഇന്ന് മുതൽ അതിലെ എല്ലാ ക്രയവിക്രയങ്ങളും ഞാൻ നേരിട്ട് നോട്ട് ചെയ്യും. രാവിലെയും വൈകിട്ട് 2 നേരം നേരിട്ട് നോട്ട് ചെയ്യും, എഴുതി മനസ്സിലാക്കി വെക്കും. ഒരൊറ്റ പേപ്പർ എടുത്ത് ഒരു ചെറിയ ബുക്ക് എടുക്കുക. നിങ്ങൾ രാവിലെ ഇന്നത്തെ ബിസിനസ് എത്രയാണെന്ന് നോട്ട് ചെയ്യുക. ഓരോ ദിവസവും കൃത്യമായി നോട്ട് ചെയ്യുക. കൊടുക്കാനുള്ളത് വരാനുള്ളത് മൊത്തം കൂട്ടിയിട്ട് കണക്ക് കൂട്ടിയിടും. ഇന്ന് മുതൽ നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും. അത് എഗ്രി ആണെങ്കിൽ എല്ലാവരും പറഞ്ഞു. എഗ്രി ആണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. എഗ്രി ഇടാൻ ടൈപ്പ് ചെയ്ത്. ഇന്നത്തെ പോയിന്റ് ഇതാണ്. നമുക്ക് പറ്റുമെങ്കിൽ നാളെയും ക്ലാസ് എടുക്കാം. ഇന്നത്തെ ക്ലാസ് ആൾക്കാർ വളരെ കുറവാണ്. ഡെയിലി ബുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, കണക്ക് കൂട്ടി എഴുതണം. ബിന്ദു കൃത്യമായ കണക്കായിരിക്കണം. അപ്പോൾ ലാഭം നഷ്ടം എത്രയാണെന്ന് 30-ാം തീയതി കൂട്ടിയിടണം. ഈ മാസത്തെ കണക്ക് ഇതാണ്. ഇത് അക്കൗണ്ട്സിന്റെ കണക്കൊന്നും നോക്കണ്ട. നിങ്ങൾ സ്വന്തമായി അക്കൗണ്ട്സിന്റെ കണക്ക് നോക്കിയിട്ട് ചെയ്യരുത്, സ്വന്തമായി ചെയ്യണം. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോ എനിക്കവിടെ എന്റെ സ്ഥാപനത്തിലെ എല്ലാ ഇപ്പൊ ഈ സമയത്ത് 4ഉം 5ഉം ഉള്ള കണക്കുകൾ ഇവിടെ വന്നിരിക്കുന്നു. ഇന്നത്തെ കച്ചവടം ഈ മാസം 31-ാം തീയതിയാണ്. ഈ മാസത്തെ കച്ചവടം എത്ര, ഈ മാസത്തെ പേയ്മെന്റ് എത്ര, എല്ലാം ലംസമായിട്ടുള്ള ഒറ്റ ഫിഗറിൽ വാട്സപ്പിൽ നമുക്ക് വൈകിട്ട് 50 വരും. ഡെയിലി ഓരോന്നിലും. അത് ഓരോ സെയിൽസ്മാനും എത്ര ബിസിനസ് ചെയ്തു, അത് ടോട്ടൽ അവന് കൊടുത്ത ടാർഗറ്റിന്റെ എത്ര % ആണ് അച്ചീവ്മെന്റ്സ് എന്ന് ഒറ്റ വാക്കിലൂടെ എഴുതി വരും. ഇതൊരു ബിസിനസിന്റെ കണക്കാണ്. വൈകിട്ടാകുമ്പോൾ ഇത് നോക്കിയാൽ മാത്രം മതി. ടോട്ടൽ സെയിൽ എത്ര % ആണ് അച്ചീവ്മെന്റ്സ്, ഓവറോൾ അച്ചീവ്മെന്റ്സ് എത്രയാണെന്ന് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒറ്റ ഫിഗർ. ഇത് നിങ്ങൾക്കുണ്ടാവണം. ഓരോ ദിവസവും മോണിറ്റർ ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ കയറി പോകുമ്പോൾ ചോദിക്കും, എന്തുവാടെ ഇന്നലെ ഇത്രയും കുറവ് എന്ന ചോദ്യമായിരിക്കണം. നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ ഉള്ളവർ കൂടുതൽ, ഇല്ലവർ നിങ്ങൾ ഒറ്റക്കാണെങ്കിൽ ഒറ്റയ്ക്ക് നമ്മോട് തന്നെ ചോദിക്കണേ. ഒറ്റക്കാകുമ്പോൾ ഭയങ്കര രസമാണ്. അക്കൗണ്ടന്റ് ഞാൻ തന്നെയാണ്, ഡ്രൈവർ ഞാൻ തന്നെയാണ്,
പണി എടുക്കുന്നത് ഞാൻ തന്നെയാണ്, മൺവെട്ടുകാരനും ഞാൻ തന്നെയാണ്, കൂലി വാങ്ങിക്കുന്നത് ഞാൻ തന്നെയാണ്, കൂലി കൊടുക്കുന്നവൻ ഞാൻ തന്നെയാണ്, അല്ലെ? അപ്പൊ വളരെ എളുപ്പമാണ്. എല്ലാത്തിലും നിങ്ങളെ പേര് എഴുതി വെക്കാം. ഒന്ന് നമ്പർ 1 ആദ്യം GM ദിനേശ് മുങ്ങത്ത്. ഓക്കെ. അസിസ്റ്റന്റ് മാനേജർ, പ്രസിഡന്റ് ദിനേശ് മുങ്ങത്ത്. ഇങ്ങനെ നമ്മൾ തന്നെ പേര് എഴുതി വെക്കാം എല്ലാ പൊസിഷനിലും കേട്ടോ. എന്നിട്ട് എല്ലാത്തിന്റെയും ശമ്പളം നമ്മൾ തന്നെ വാങ്ങിക്കും. രസാണ്. അടുത്ത പുസ്തകത്തിൽ ഞാൻ കൃത്യമായി എഴുതുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എന്താ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരോടും ബിസിനസ്സുകാരോട് പറയണം. ഒരു പുസ്തകം ഞാൻ പറയാം, ഒന്ന് എടുത്തു തരാം. നമ്മുടെ പണത്തിന്റെ ചതുരങ്ങൾ, ഇതൊന്ന് വാങ്ങിച്ചു വായിക്കണം നിങ്ങൾ എല്ലാവരും. റിച്ച് ഡാഡിന്റെ പണത്തിന്റെ ചതുരങ്ങൾ വളരെ കൃത്യമായി ബിസിനസിന്റെ കാര്യം പറയുന്നത്. ബിസിനസ് ഒരു പാട്ട് മാത്രമാണ് അതിന്റെ ബിസിനസ്, പക്ഷെ കുറെ ഐ ഓപ്പണിങ് കാര്യങ്ങൾ അവിടെ പറഞ്ഞു തരുന്നു. പറ്റുമെങ്കിൽ അത് വാങ്ങിക്കുക. ബിസിനസ്സുകാർ നിങ്ങൾ വായിക്കണേ. വായിച്ചാൽ മാത്രമേ കച്ചവടം കൂട്ടാൻ പറ്റുള്ളേ. വളരെ നിർബന്ധമായിട്ടും വായിച്ചു മാറ്റുക തന്നെ വേണം കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ചെറിയ ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത് വളർത്താൻ പറ്റും, ഐഡിയകൾ വരും കേട്ടോ. വെറുതെ ഇരിക്കണ്ടല്ല. പേരുതാ റിച്ച് ഡാഡ്, പണമൊഴുക്കിന്റെ ചതുരങ്ങൾ. പണമൊഴുക്കിന്റെ ചതുരങ്ങൾ, റിച്ച് ഡാഡ്. അതായത് നമ്മുടെ ഇയാളുടെ റോബർട്ട് ടി കിയോസാക്കിയുടെയാണ്. വളരെ റിച്ച് ഡാഡ് പൂർ ഡാഡ് വായിച്ചിട്ടില്ല നിങ്ങള്? റിച്ച് ഡാഡ് പൂർ ഡാഡൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ അറിയാം പണക്കാരനായ അച്ഛനും പാവപ്പെട്ട അച്ഛനും വളർത്ത്. കേരളത്തിലെ ആൾക്കാർ ഇത് വായിച്ചു കഴിഞ്ഞാൽ അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയെന്ന് പറയും, അല്ലെ? നമ്മുടെ ജീവിതം എങ്ങനെ ആകാൻ പ്രധാന കാരണം എന്താ? നമ്മുടെ അച്ഛനമ്മമാർ നമ്മൾ വളർത്തിയതിന്റെ കുറ്റല്ലേ? നമ്മൾ വളർന്ന് എന്നിട്ട് നമ്മളെ മക്കളെ വളർത്തുന്നതോ പാടില്ല. ഓക്കെ. ഓതറിന്റെ പേര് റോബർട്ട് ടി കിയോസാക്കി. യൂട്യൂബിൽ കേട്ടാലും മതി. നിങ്ങൾക്ക് എല്ലാ പുസ്തകങ്ങളും വായിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ യൂട്യൂബിൽ എല്ലാത്തിന്റെയും ഓഡിയോ ബുക്സ് കിട്ടും കേട്ടോ. സമയം കിട്ടുമ്പോൾ ഓഡിയോ ബുക്സ്, നമുക്ക് എല്ലാ സമയത്തും വായിക്കാൻ പറ്റുന്നതല്ല. പുസ്തകം വാങ്ങിക്കുക, ഓഡിയോ ബുക്സ് യാത്രയിലേക്ക് കേൾക്കുക, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അതൊന്ന് റെഫർ ചെയ്യുക. ഞാൻ അങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്. ഞാൻ ഓഡിയോ ബുക്സ് കാണിച്ച് പിന്നെ ആ പാട്ടിലേക്ക് ഞാൻ പോയിട്ട് ആ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകം ഉണ്ട് എൻ്റെ അടുത്ത്, ഞാൻ മാർക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യാറ്. കാരണം കൂടുതൽ സമയം നമുക്ക് ഇരുന്ന് വായിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പെട്ടെന്ന്, കുറച്ച് പേരേ ഉള്ളൂ. ജസ്റ്റ് ക്വിക്ക് ആയിട്ടുള്ള ഡൗട്ട് ചോദിച്ചോളൂ, നിർത്താം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് എടുത്ത തീരുമാനം രണ്ടെണ്ണാണ്. ഒന്ന്, ഈ മാസത്തെ എല്ലാം മൊത്തം കണക്ക് ഇന്ന് തന്നെ നാളെ തന്നെ ക്ലോസ് ചെയ്യുക. നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടോളുക. കാരണം ഒന്ന് കാണുന്നു, മറ്റൊരു എന്നെ കാണിക്കാനെങ്കിലും നിങ്ങളത് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇനി മുതൽ നാളെ മുതൽ എല്ലാ ദിവസവും രാവിലെ അവരവരുടെ ബിസിനസിന്റെ കണക്ക് എഴുതി വെക്കുക. ഒരു ദിവസം പോലും ഒഴിവാക്കരുത്. 31-ാം ദിവസം ഞാൻ വീണ്ടും ചോദിക്കും. അപ്പൊ കൃത്യം അത് കണക്ക് അവിടെ ഉണ്ടായിരിക്കും. ഈ ക്ലാസിന്റെ പേരാണ് ബിസിനസ് മെന്റർഷിപ്പ്. ഓക്കെ, പറയാം. ഒരു കാര്യം ചോദിക്കട്ടെ? നമ്മള് സാറ് കണക്ക് എഴുതി, ചെലവെല്ലാം എഴുതി വെക്കാൻ പറഞ്ഞു. നമ്മളിപ്പോ ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസയും കൊണ്ട് നമ്മളുടെ വീട്ടിലേക്കും എടുക്കുന്നുണ്ട്. അപ്പൊ അത് ചെലവിലെന്ന് കാണിക്കാൻ പറ്റുമോ? ചെലവല്ല, അത് ചെലവല്ല. അത് നിങ്ങളുടെ പേഴ്സണൽ വിഡ്രോവൽ ആണ്. അപ്പൊ നിങ്ങളുടെ ശമ്പളമാക്കി മാറ്റുക. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോ അതായിരിക്കും മാറ്റം. നിങ്ങളൊരു കാര്യം ചെയ്യുക, മൊത്തത്തിൽ പൈസ എടുത്തോളൂ. ആദ്യം എടുത്തിട്ട് മാസം അവസാനം കണക്കൂട്ടുമ്പോൾ എത്ര പൈസയായി, അത്ര പൈസേനെ നിങ്ങളുടെ സാലറി എന്ന രീതിയിൽ റൈറ്റ് ഓഫ് എഴുതുക. കണക്ക് കൂട്ടുമ്പോൾ മന്ത് എൻഡിലേക്ക് അത് നിങ്ങളുടെ സാലറി ഒക്കെ കൂട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ സാർ. അടുത്ത ചോദ്യം. സാർ, ഞാൻ പുതിയ തുടങ്ങാൻ പോവാട്ടോ. ഇന്ന് എഗ്രിമെന്റ് വെച്ചു പുതിയ ബിസിനസിന്റെ. പേപ്പറൊക്കെ ശരിയായി. നാളെ മുതൽ 1-ാം തീയതി തന്നെ തുടങ്ങിക്കോട്ടെ. മറ്റന്നാൾ മുതൽ ഫെബ്രുവരി 1 മുതൽ ആയിക്കോട്ടെ. ഡേറ്റ് വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓൾറെഡി എഗ്രിമെന്റ്, വേറെ ഒരു കണ്ടീഷൻസും വെക്കണ്ട. ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്തോ. സമയം സന്ദർഭം ഒന്നും വിഷയമല്ല. നിങ്ങൾ ഓൾറെഡി ഉള്ളതിലേക്ക് ആഡ് ചെയ്യാണ്. ഓരോ സാധനം ആഡ് ചെയ്ത് പോകാം. ധൈര്യപൂർവ്വം പോകും. തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം. നമ്മൾ തിരുവനന്തപുരത്ത് പറഞ്ഞാണല്ലോ കാര്യം. യു ഗോ ഹെഡ്. മറ്റതും വരും, തിരിച്ചു വരും.
ഓരോന്നിനും കണക്ക് കൃത്യമായി വെച്ച കണക്ക് കൃത്യമായി നോക്കുക. യെസ്, ഞാൻ ആർക്കും ഡൗട്ടില്ല, വന്നപ്പോ പിരിയാം. തസ്നി കണക്ക് കിട്ടിയിട്ടില്ല. രാവിലെ തരാമെന്ന് പറഞ്ഞതാണ്, സ്കൂളിൽ പോയി വന്നിട്ട് തിരിച്ച് തരാമെന്ന് പറഞ്ഞതാണ്, അയച്ചിട്ടില്ല ഇതുവരെ. സജീവ് സാറേ, സജീവ് സാറും ഈ മാസത്തെ അവിടുത്തെ വരുമാനവും ചെലവും ഒന്ന് ഇതേപോലെ ഒരു ഷീറ്റിലേക്ക് മാറ്റണം. യെസ്, അത് മാറ്റാം. നാളെ തന്നെ ഒന്ന് അയക്കണേ. ഓക്കെ ഓക്കെ, ശരി ശരി. ഡിലേ ആക്കരുത്, ഒറ്റ ദിവസം ഡിലേ ആക്കരുത്, നാളെ തന്നെ ആയിക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. ഓക്കെ, റൈറ്റ്. ഓക്കെ, മറ്റാർക്കും ഡൗട്ട് ഇല്ലല്ലോ ഒന്നും? ഈ ബിസിനസ് ഗ്രൂപ്പിലേക്കാണ് അയക്കേണ്ടത് എന്താണ് കണക്കുകളും കാര്യങ്ങളൊക്കെ? നിങ്ങൾ ഒരു ഷീറ്റിൽ ജസ്റ്റ് എഴുതിയാൽ മാത്രം മതി. ഈ മാസത്തെ എന്റെ മൊത്തം വരുമാനം, ഈ മാസത്തെ മൊത്തം ചെലവ്, ഈ മാസത്തെ ലാഭം, അത് മാത്രം എഴുതിയിട്ടാൽ മതി. വേറൊന്നും കഥകളൊന്നും എഴുതണ്ട. നിങ്ങൾ എങ്ങനെ അതിനെ അക്കൗണ്ട്സ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ഞാനിത് എന്തിനാ പറഞ്ഞു വെച്ചാൽ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം അതിനകത്ത് ഉണ്ടാവുള്ളൂ എന്നതുകൊണ്ട്. എന്താ പറയട്ടെ? പറയണ്ട, ഇവിടെ പബ്ലിക് ഒന്നും പറയണ്ട ആവശ്യമില്ല. പബ്ലിക്കിനൊന്നും പറയണ്ട. നിങ്ങൾ അവിടെ ഇട്ടാൽ മതി. രഹസ്യമായ കാര്യങ്ങളാണെങ്കിൽ ഇടുകയും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ്സിന്, മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. രണ്ടാമത് അഫർമേഷൻസ്. ഇന്നിപ്പോ ഒരു അഫർമേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അഫർമേഷൻസ് ഉണ്ട്, അതവിടെ പറയുക എല്ലാ ദിവസവും. കൂടാതെ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഗ്രൂപ്പിൽ നടത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടെങ്കിൽ ആ ഐഡിയകൾ ചർച്ചകൾ നടത്തുക. ഇങ്ങനെ സംഭവത്തിന് എങ്ങനെയാണ് നിങ്ങളുടെ ഐഡിയകൾ, സാധ്യതകൾ, ഇങ്ങനെ പരസ്പരം. കാരണം നിങ്ങൾ ആരും പരസ്പരം കോമ്പറ്റീറ്റർ ഒന്നും അല്ലല്ലോ. ഒരാൾ ജോസഫ് ബാംഗ്ലൂർ നിൽക്കുന്നു, അതുപോലെ കാറ്ററിംഗ് നടത്തുക എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് നടത്തി ഐഡിയ പറഞ്ഞോ, പരസ്പരം ആവട്ടെ. കേട്ടോ? ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങനെ അയക്കണം ആ ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. കേട്ടോ? നിങ്ങൾ ആവശ്യമുള്ള കുറേയല്ല, ആവശ്യമുള്ളതൊക്കെ ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റി പോലെ കൊണ്ടു നടക്കണം. വെറുതെ ക്ലാസ് കേട്ടിട്ട് തിരിച്ചു പോകുന്ന ആൾക്ക് ആവരുത്. യെസ്, ശരി. മറ്റൊന്നുമില്ലല്ലോ, എന്നാ പിരിയാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.